ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നല്ല മഴയാണല്ലേ 2-3 ദിവസമായിട്ട്. നമുക്കൊരു വൈകിട്ടുള്ളൊരു ചായക്കടി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കും കേട്ടോ. എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം നമുക്ക്. ഇതിലെന്തൊക്കെ ചേരുവാന്ന് നോക്കാം. മുട്ട 3 ഒരു 2 പച്ചമുളക്, അത് എരിവിൻ്റെ മട്ടം പോലെ ഉണ്ട്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില, ഒരു ഉള്ളി. ഈ ഉള്ളി ചെറുങ്ങനെ കട്ട് ചെയ്യുക, പച്ചമുളക് കട്ട് ചെയ്യുക, ഈ മുട്ട മിക്സിയിൽ ഉപ്പ് പിന്നെ എല്ലാം കൂടെ ഇട്ടുകൊണ്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. പിന്നെ ഒരു സ്പൂണ് പിന്നെ പാൽപ്പൊടി, ഒരു സ്പൂണ് പിന്നെ മൈദ പിന്നെ പാലുണ്ടെങ്കിൽ പാലാണ് കേട്ടോ നല്ലത്. ഞാൻ പാലില്ലാത്തതുകൊണ്ട് പാൽപ്പൊടി ചേർത്തതാണ്. പിന്നെ കുറച്ച് വെള്ളം, 2 സ്പൂണ് വെള്ളം. പാലാണെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, പാൽ വെച്ചാൽ മതി. ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഇതിൽ കുറച്ച് മഞ്ഞൾ ഇടണം കേട്ടോ. ഞാൻ ഇടുമ്പോൾ എനിക്ക് പിന്നെ അടിക്കുമ്പോൾ മറന്നുപോയി. പിന്നാണ് ഞാൻ ഇതിൽ മഞ്ഞൾ കുറച്ചൊരു നുള്ളു, നമുക്കൊരു കളറ് കിട്ടണ്ടേ. ചെറുങ്ങനൊന്ന് ഒരു നുള്ളു മതി കേട്ടോ. ഇത് പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് പിന്നെ കുറച്ച് മതി, ഒരു ചെറിയൊരു കളറിന് കേട്ടോ. ആ കളറുണ്ടെങ്കിൽ മറ്റേ വൈറ്റ് കളറായിരിക്കുമല്ലോ, ഇതൊരു കളറുണ്ടെങ്കിൽ നല്ല കാണാനും ഭംഗിയാണ്. നല്ലൊരു മഞ്ഞൾ പൊതുവെ നല്ല, ഞാൻ പൊടിപ്പിച്ച് വെക്കുന്നതാണ്. മഞ്ഞൾ വാങ്ങിച്ചിട്ട് പൊടിപ്പിച്ച് വെക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. അപ്പോൾ മഞ്ഞൾ നല്ലതാണ്. അപ്പോൾ നമുക്കിത് പിന്നെ ബ്രെഡ് പിന്നെ ചെറുങ്ങനെ 4 പീസ് 4 പീസാക്കി കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഓരോന്നായിട്ട് മുക്കിയിട്ട്, ഞാനങ്ങനെ എളുപ്പത്തിന് മൊത്തം അതിൻ്റെ അകത്ത് ഇട്ടിങ്ങാണ്ടിട്ട് ഓരോന്നായിട്ട് മുക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ലതുപോലെ നെയ്യിലോ ഓയിലിലോ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്കിതിങ്ങനെ പിന്നെ വറുത്തെടുക്കാം. ചിലവർ പൊരിച്ചെടുക്കും കേട്ടോ, ഓയിലോ വെളിച്ചെണ്ണയിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ. പക്ഷെ ഞാൻ നെയ്യിൽ ഇങ്ങനെ വാട്ടിയെടുക്കാൻ ചെയ്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ എരിവും പിന്നെ ഇതൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് വൈകുന്നേരത്തേക്കൊക്കെ ഇപ്പോൾ മഴയാണ്, കുട്ടികൾക്കാണെങ്കിൽ പുറത്ത് പിന്നെ വൈകുന്നേരമൊക്കെ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിലൊക്കെ ഇത് വളരെ നല്ലതാണല്ലോ. ഇത് ചെറിയ പീസായതുകൊണ്ട് ഇങ്ങനെ ഓരോന്നായിട്ട് കുട്ടികൾ അങ്ങനെ എടുത്ത് തിന്നും പോകും. പിന്നെ മുഴുവൻ ആക്കുന്നതിനേക്കാളും നല്ലത് പിന്നെ ഇങ്ങനെ നല്ലത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ.